أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസുഫ ദർസിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് നാം ഒരുപാട് സൽക്കർമ്മം ചെയ്യുന്നവരാണ്. നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ പൊളിച്ചു കളയുന്ന, ഇല്ലായ്മ ചെയ്യുന്ന, അതിൻ്റെ പ്രതിഫലം പൂർണ്ണമായും നഷ്ടപ്പെടുത്തുന്ന ഒരു ദുസ്വഭാവം, അതാണ് അസൂയ, ഹസദ്. അസൂയ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അനുഗ്രഹമുണ്ടാകുമ്പോൾ, മറ്റുള്ളവർക്ക് പുരോഗതി ഉണ്ടാകുമ്പോൾ, മറ്റുള്ളവരുടെ സന്തോഷം അതിൽ മനസ്സിൽ വേദന തോന്നുകയും മറ്റുള്ളവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും നേട്ടങ്ങളും പുരോഗതിയും ഇല്ലാതിരിക്കാനും അത് നശിക്കാനും മനസ്സിൽ ഒരു ഉൾവിളി വരിക, ഒരു തോന്നൽ വരിക, അതിനാണ് അസൂയ എന്ന് പറയുക. എൻ്റെ കാര്യം മാത്രം നന്നായാൽ മതി, മറ്റുള്ളവരതൊന്നും നന്നാവാൻ പാടില്ല എന്നുള്ള ചിന്ത. അസൂയെക്കുറിച്ച് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അൽ ഹസദു യഅകുലുൽ ഹസനാത് കമാ തഅകുലുൻ നാറു അൽ ഹതബ. തീ വിറകിനെ എപ്രകാരം തിന്നുമോ അതുപോലെ നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളെയും കാർന്ന് തിന്നുന്ന ദുസ്വഭാവമാണ് അസൂയ എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. മറ്റൊരു ഹദീസിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ദബ്ബ ഇലൈക്കും ദാഉൽ ഉമമി ഖബലക്കും. നിങ്ങളുടെ മുൻഗാമികൾക്കുള്ള ഒരു രോഗം, ഒരു അസുഖം നിങ്ങളിലേക്കും ഇരച്ചു കയറിയിരിക്കുന്നു. അൽ ഹസദ് വൽ ബഗ്ളാ, അസൂയയും വെറുപ്പുമാണത് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ട് മുത്തുനബി പറയാ, ഹിയൽ ഹാലിഖതു ഹാലിഖതു ദീൻ ലാ ഹാലിഖതു ശഅർ. ഈ അസൂയയും വെറുപ്പും എന്ന് പറഞ്ഞാല് ബാർബർമാർ, വെടിച്ചു കളയുന്ന, മുടി കളയുന്ന ബാർബർമാരല്ല. ലാ ഹാലിഖതു ശഅർ, ലാ ഹാലിഖതു ശഅർ, മുടി കളയുന്നതല്ല, മറിച്ച് ഹാലിഖത്തു ദീൻ, നമ്മുടെ ദീൻ നശിപ്പിക്കുന്ന, നമ്മുടെ സൽക്കർമ്മം ഇല്ലായ്മ ചെയ്യുന്ന ഒരു ഷേവിംഗ് മെഷീൻ. അതാണ് അസൂയയും വെറുപ്പുമെന്ന് ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. നബി പറയുന്നുണ്ട്, കൊല എന്ന് പറയുന്ന വൻകുറ്റത്തിൽപ്പെട്ട ദുശ്ചെയ്തി ഇവിടെ ആദ്യം നടപ്പിലാവാൻ തന്നെ കാരണം ഒരു സഹോദരന് മറ്റൊരു സഹോദരനോടുള്ള അസൂയയായിരുന്നു. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ ഹബീൽ, അവരെ കാബീൽ എന്ന മറ്റൊരു സഹോദരൻ കൊല ചെയ്യാൻ കാരണം, അതാണ് ലോകത്ത് നടന്ന ആദ്യ കൊല, അതിനുള്ള കാരണം അസൂയയായിരുന്നു എന്ന് ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയതുകൊണ്ട് മറ്റുള്ളവരുടെ പുരോഗതിയിലും ഉയർച്ചയിലും ഡെവലപ്മെന്റിലും അവർക്ക് അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുമ്പോൾ നമുക്കും സന്തോഷിക്കാൻ കഴിയണം. നമ്മുടെ മനസ്സിൽ ഒരല്പം പോലും വേദന വരാൻ പാടില്ല. അല്ലെങ്കിൽ ഞാൻ അവനേക്കാളും മുമ്പേ അധ്വാനിക്കുന്നുണ്ടല്ലോ, ഞാൻ എന്നിട്ടും ഇപ്പം ഈ അവസ്ഥയിൽ, അവന് എനിക്ക് എത്രയോ ശേഷമാണല്ലോ അവൻ ബിസിനസ് രംഗത്തേക്കൊക്കെ ഇറങ്ങിയത്, എന്നിട്ടും അവനങ്ങ് ഉയർന്നല്ലോ. ഈ ഒരു ചിന്തയൊന്നും നമ്മുടെ മനസ്സിൽ വന്നു പോകാൻ പാടില്ല. അങ്ങനെ വന്നാൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാവുകയില്ല. അള്ളാഹു അസൂയ, വെറുപ്പ്, അഹങ്കാരം തുടങ്ങിയ മുഴുവൻ ദുസ്വഭാവങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിച്ച് എല്ലാ സൽസ്വഭാവത്തിൻ്റെയും ഉടമകളായി അള്ളാഹു നമ്മളെ മാറ്റി, നമ്മുടെ ഹൃദയം അള്ളാഹു ശുദ്ധീകരിച്ച് സജ്ജനങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.